നമസ്കാരം മക്കളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങിയ പാഠം ഏതാണ്? അരങ്ങ് ഉണരുന്നു. CV ബാലകൃഷ്ണന്റെ പരൽമീൻ നീന്തുന്ന പാഠം. പരൽമീൻ നീന്തുന്ന പാഠം എന്ന കൃതിയിലെയാണ് നമ്മൾ അരങ്ങുണരുന്നു എന്നുള്ളത് ആരംഭിച്ചത്. CV ബാലകൃഷ്ണൻ എന്ന ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, അങ്ങനെ സാഹിത്യത്തിൽ ഒത്തിരിയേറെ മേഖലകളിലെ CV ബാലകൃഷ്ണനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അരങ്ങുണരുന്നു എന്ന പാഠവും തുടങ്ങി. തികച്ചും ഒരു പച്ചയായ ഗ്രാമാന്തരീക്ഷം അല്ലേ? ഗ്രാമാന്തരീക്ഷത്തിലെ പണ്ടുകാലം. എനിക്ക് തോന്നുന്നു CV ബാലകൃഷ്ണന്റെ ബാല്യകാലത്ത് കാര്യങ്ങളായിരിക്കാം ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. ആത്മകഥയാണല്ലോ. അപ്പോ ഇതിങ്ങനെ ഗ്രാമത്തിലൂടെ ഒരു കാളവണ്ടി ഇങ്ങനെ നീങ്ങി തുടങ്ങുകയാണ്. ആ ഗ്രാമത്തിലൂടെ ആ കാളവണ്ടി ഇങ്ങനെ നീങ്ങുമ്പോൾ സാധാരണയായിട്ട് ഏതൊരാളുടെ വിചാരം, ഒരു കാളവണ്ടിയൊക്കെ ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോ അങ്ങാടിയിൽ നിർത്തും. എന്തിനാ? സാധാരണയായിട്ട് ഈ കാളവണ്ടിയിൽ ആ അങ്ങാടിയിലേക്ക് കടകളിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ പുറത്തു നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇവരും കരുതിയത്. പിന്നീട് ഇവർക്ക് മനസ്സിലായി, അല്ല, ഇതെന്തോ വേറെ എന്തോ ആണ്. നമ്മുടെ അങ്ങാടിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതല്ല, മറ്റെന്തോ ആണ് എന്ന് മനസ്സിലായി അല്ലേ? ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. വണ്ടിക്കാരൻ മൈതാനത്തിന്റെ വടക്കേ അതിരിലുള്ള മാവിന്റെ തണലിലായിരുന്ന് ദായം കളിക്കുന്ന കുട്ടികളെ കൈമാടി വിളിച്ചു. അപ്പോൾ വണ്ടിക്കാരൻ അവിടെ സാധനങ്ങൾ കൊണ്ടുവന്നതല്ല അങ്ങാടിയിൽ നിന്ന് മനസ്സിലായി. പിന്നെ എന്താ ഉണ്ടായത്? വണ്ടി ഇങ്ങനെ കുറച്ച് നീങ്ങിയിട്ട് മൈതാനമൊക്കെ കടന്നിട്ട് അവിടെ കുറച്ച് കുട്ടികൾ തായം കളിക്കുക. തായം കളി കുട്ടികളുടെ കളിയാണ് കേട്ടോ. അത് ഒരിക്കൽ ഒതുങ്ങിയിരുന്ന് കളിക്കാൻ പറ്റുന്ന നല്ല ഒരു കളിയാണ് തായം കളി. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? മാമിന്റെ ചെറുപ്പകാലത്ത് കളിച്ചിട്ടുണ്ട് ദായം കളി. അപ്പൊ ഈ കളി കളിക്കുന്ന കുട്ടികളെ അവിടെ കണ്ടപ്പോൾ വണ്ടിക്കാരൻ, ഇങ്ങോട്ട് പോകാൻ മക്കളെ, ഒരു കാര്യമുണ്ട്, ഒന്ന് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. ആ കുട്ടികളെ കൈമാടി വിളിച്ചു. വണ്ടിയിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇറക്കി വെക്കാനുണ്ടായിരുന്നു. എന്തൊക്കെയോ സാധനങ്ങൾ ഇറക്കി വെക്കാനാണ് ആ കുട്ടികളെ വിളിച്ചത്. എന്താ ഇതൊക്കെ? ആരോ വണ്ടിക്കുള്ളിലേക്ക് നോക്കി അത്ഭുതത്തോടെ തിരക്കി. അപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന ആ മൈതാനത്തിന്റെ അടുത്ത്, ആ കുട്ടികളുടെ അടുത്ത് നിന്നിരുന്ന ആരോ, ഇതെന്തൊക്കെ ഈ സാധനങ്ങള്, എന്തൊക്കെയാ ഇത് എന്ന് ചോദിച്ചു. കുറെ ഭാണ്ഡങ്ങൾ, പെട്ടികൾ, മടക്കി വെച്ച തിരശീലകൾ, ഹാർമോണിയം, തബല. നാടകത്തിന്റെയാ? ആളുകൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോ ആ കാളവണ്ടിയിൽ വന്നത് പലചരക്ക് സാധനങ്ങളൊന്നുമല്ല, ഒരു നാടകത്തിന് ആവശ്യമായ സാധനങ്ങളാ. ഭാണ്ഡങ്ങൾ, തിരശീലകൾ, ഹാർമോണിയം, അങ്ങനെയുള്ള സാധനങ്ങളാ. അപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അത് അങ്ങാടിയിൽ ആ കാളവണ്ടി നിർത്താഞ്ഞത്. അപ്പോ അത് നാടകത്തിന്റെയാണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായി. നാടകത്തിന്റെയാ? ആളുകൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ കളവണ്ടിക്കാരനും പറഞ്ഞു, ഇത് നാടകത്തിന്റെയാ. പിന്നാലെ നാടകത്തിൽ അഭിനയിക്കാനുള്ളവരും അതിനു ചുറ്റിപ്പറ്റിയുള്ളവരൊക്കെ വരുന്നുണ്ട്. 2 നടികൾ ഉൾപ്പെടെ 12ഓളം പേരുള്ള നാടക സംഘം പിറകെ എത്തിച്ചേർന്നു. അപ്പോഴതാ നാടക സംഘം തന്നെയാന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് അല്ലേ? അതെ, ഒത്തിരി നടികളും എല്ലാവരും ആയി. ഒത്തിരി അല്ലേ, 2 നടികളും അവിടെ 2 നടികൾ ഉൾപ്പെടെ, 2 പേര് നടികളുള്ളൂ. അങ്ങനെ ഒത്തിരി പേര്, 12ഓളം പേരുള്ള ഒരു ആളുകൾ അവിടേക്ക് വന്നു. ദേശത്തിന് തനതായൊരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ആണ്ടുതോറും പുതിയൊരു നാടകമെങ്കിലും അരങ്ങിലെത്തും. അപ്പൊ ആ ദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ്, എന്തായാലും നാടകക്കാര് അവിടേക്ക് എല്ലാ വർഷവും വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ നാട്ടിലുള്ളവർ കലാസ്നേഹികളാണ്. കലയെ ആസ്വദിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? മനസ്സിനൊരു മൃദുത്വം, ഒരു ആർദ്രതയുണ്ടായിരിക്കണം. എങ്കിലാണ് കലകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ നാടകം എല്ലാ വർഷവും അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നാടകം ആസ്വദിക്കാൻ പറ്റുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടല്ലേ നാടകം അവിടേക്ക് വരുന്നത്. ആണ്ടുതോറും പുതിയൊരു നാടകമെങ്കിലും അരങ്ങിലെത്തും. അഭിനേതാക്കൾ വയലുകളിൽ പണിയെടുക്കുന്നവരോ, നെയ്ത്തുകാരോ, വക്കീൽ ഗുമസ്തരോ, ആധാരമെഴുത്തുകാരോ, തയ്യൽക്കാരോ, തപാൽ ശിപായിയോ, ദേഹണ്ടക്കാരോ, അധ്യാപകരോ,
തെയ്യം കെട്ടുകാരോ ഒക്കെയാവാം. അവരിൽ ചിലർ ചമയങ്ങൾ അണിഞ്ഞ് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ സ്ത്രീകളായി മാറിയിരിക്കും. അപ്പൊ ഈ നാടകം കടന്നു വരുമ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരെ കുറെ പേര് പലതരക്കാരാണ്. പല വ്യത്യസ്തമായ ജീവിത രീതികളുമായി ജീവിച്ചു പോകുന്നവരാണ്. പക്ഷെ അവർക്കെല്ലാം നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു മാറ്റവും എല്ലാവരും ഒരുപോലെയായി മാറുന്നു. അങ്ങനെ ഒരു കാലം, ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അതിലെ സ്ത്രീകളായി അഭിനയിക്കുന്നവർ പോലും പലപ്പോഴും ആരാണ്? പുരുഷന്മാർ തന്നെയായിരുന്നു എന്ന് നമ്മെ മനസ്സിലാക്കിച്ചു തരികയാണ്. ഒരു സാധാരണ ഒരു നാട്ടിൻപുറം, അവിടേക്ക് കടന്നു വരുന്ന ഒരു നാടക ട്രൂപ്പ്. ആ നാടക ട്രൂപ്പിലെ അഭിനയിക്കുന്നവര് സാധാരണക്കാർ. എല്ലാവരും പലതരം ജീവിത രീതിയിൽ പലതരം മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിലും അവരെല്ലാവരും ഒരുപോലെ കാണുന്നു, അല്ലേ? ഒരു ഗ്രാമാന്തരീക്ഷത്തിന്റെ തികച്ചും സ്വതന്ത്രമായ ഒരു കാലത്തെ കാണിക്കുന്നതാണ് ഈ വരികൾ. ഏവർക്കും മനസ്സിലായല്ലോ? എടുത്തത് ഏവരും പല ആവർത്തി വായിച്ചു നോക്കണം, നോട്ട്സ് എഴുതണം, ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതുകയും പരിശ്രമിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം മനസ്സിലാക്കാം. നന്ദി.